ഹലോ ഗൈസ്, നമുക്കൊരു ബട്ടർ സ്കോച്ച് കാരമൽ സേമിയ പായസം ഉണ്ടാക്കാം. പോവാം. ഇത് നമ്മൾ ഫ്രിഡ്ജ് തുറക്കണം. ഫ്രിഡ്ജ് വന്നിട്ട് കശുവണ്ടിയൊക്കെ കട്ട് തിന്നണം. കട്ട് തിന്നിട്ട് കട്ട് തീറ്റയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കുന്ന സാധനമൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ പാത്രമൊക്കെ വെച്ചിട്ട് ഇതേപോലെ ചെയ്യണം. ഇത് നമ്മൾ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കുകയാണ്. ഇത് സെറ്റ് ആക്കണം. ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കണം. അപ്പോൾ ശരിയാവുമോ എന്ന് നോക്കാം. അങ്ങനെ ബട്ടർ സ്കോച്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്കൊരു കടലമിഠായി പോലത്തെ ഒരു ഷേപ്പിലൊരു സാധനം കിട്ടും. ഇതിങ്ങനെ പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് റെഡിയായി. ഇനി നമുക്ക് വേണ്ടത് പായസം വേണം. പായസം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെയും ആ പാത്രം വെച്ചിട്ട് പഞ്ചസാരയ്ക്ക് ഇതുപോലെ ഒരുക്കിയിട്ട് പാലിങ്ങനെ ഒഴിക്കുമ്പോൾ നോക്കി ഒഴിച്ചില്ലെങ്കിൽ അത് കട്ട പിടിക്കും. എന്നിട്ട് പിന്നെ ചൂടാകുമ്പോൾ ശരിയാക്കണം. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കും. പിന്നെ നമ്മുടെ സേമിയ ഇടും. സേമിയ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ചവ്വരിയൊക്കെ ഇടും. ചവ്വരി ഇട്ട് കഴിഞ്ഞ് ഇത് വെന്ത് കഴിയുമ്പോൾ കുറുകിയപ്പോൾ കുറച്ചും കൂടി പാൽ അതിനകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ചാണ് ഒഴിച്ചത്. നെയ്യ് ഒഴിച്ച് പിന്നെ നമ്മളിത് ഏലക്ക പൊടിച്ചത് വെച്ച് പിന്നെ നമ്മുടെ മെയിൻ സാധനമാണ് ഇടാൻ പോകുന്നത് ബട്ടർ സ്കോച്ച്. ഇത് അങ്ങോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അങ്ങനെ ടേസ്റ്റിംഗ് സെക്ഷൻ അങ്ങനെ തുടങ്ങുക. അങ്ങനെ ടേസ്റ്റ് ചെയ്തു. അടിപൊളി സാധനം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.